നമ്മളൊരു പുതിയ നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ചാണ് നോക്കുന്നത്. ഡ്രോട്ട്. എന്താണ് ഡ്രോട്ട്? ഡ്രോട്ട് പറഞ്ഞാൽ നമുക്കറിയാം, വരൾച്ച അല്ലേ, മഴ കുറയുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലമായി വരൾച്ച ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ എ ഡ്രോട്ട് ഈസ് എ ഡാമേജ് ഓഫ് എ ഗ്രൗണ്ട് യൂഷ്വലി കോസ്ഡ് ബൈ ഡ്രൈ വെതർ. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ നിലത്തിന് സംഭവിക്കുന്ന ഒരു ഡാമേജ് ആണ് അല്ലേ. എന്തിൻ്റെ ഫലമായി? ഡ്രൈ വെതറിൻ്റെ, ചൂടിൻ്റെ പരിണത ഫലമായി ഉണ്ടാവുന്നതാണ് എന്ത്? ഡ്രോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഡ്രോട്ട്. എ ഡ്രോട്ട് ഈസ് എ ഡാമേജ് ഓഫ് എ ഗ്രൗണ്ട് യൂഷ്വലി കോസ്ഡ് ബൈ ഡ്രൈ വെതർ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിക്കോളൂ. ഡ്രോട്ട്സ് occur when there is no rainfall from a long period of time. ഇത് കുറേ കാലത്തേക്ക് എന്താണ് റെയിൻഫാൾ ഇല്ലെങ്കിൽ, നോ റെയിൻഫാൾ അല്ലെങ്കിൽ റെയിൻഫാൾ കുറയുകയോ ചെയ്യുന്നത് എന്തിനെ ലീഡ് ചെയ്യുന്നു? ഡ്രോട്ട്സിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഡ്രോട്ട്സ് occur when there is no rainfall from a long period of time. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ് മഴയുടെ ലഭ്യത കുറയുന്ന അല്ലെങ്കിൽ മഴ കുറച്ച് കാലത്തേക്ക്, കുറച്ചെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മഴ ലഭിക്കാത്തത് എന്തിന് കാരണമാവുന്നു? ഡ്രോട്ടിന്, അതായത് വരൾച്ചയ്ക്ക് കാരണമാവുന്നു. ഓക്കെ, ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഇൻ സമ്മർ, വേനൽക്കാലത്തിലെ. ബിക്കോസ് ഇൻ സമ്മർ വെതർ ഗെറ്റ്സ് ഹോട്ട് ആൻഡ് ഗ്രൗണ്ട് ഇവാപ്പറേറ്റ് വാട്ടർ. കാലാവസ്ഥ ചൂടായിരിക്കും, ആ സമയത്ത് ഇവാപ്പറേഷൻ, ബാഷ്പീകരണം കൂടൂലേ, ഗ്രൗണ്ട് ഇവാപ്പറേറ്റ് വാട്ടർ. സോ ഗ്രൗണ്ട് നീഡ് മോർ വാട്ടർ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ഭൂമിക്ക് കൂടുതൽ വെള്ളം ലഭിക്കണം ആ പ്രദേശത്ത് അല്ലേ. ബട്ട് ഇറ്റ് കനോട്ട് ഗെറ്റ് വാട്ടർ, സോ ഡ്രോട്ട് ഒക്കേഴ്സ്. ആ സമയത്ത് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും? വരൾച്ചയിലോട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് ഡ്രോട്ട്. ഓക്കെ, ദെൻ കോസസ് ഓഫ് ഡ്രോട്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? പ്രധാന കാരണം എന്താണ്? ലാക്ക് ഓഫ് ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ. എല്ലാവർക്കും അറിയുന്നതാണ് ലാക്ക് ഓഫ് ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ. ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് എന്താണ്? ഡ്രോട്ടിന് കാരണമാകുന്നു. അടുത്ത ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് എന്ത് ചെയ്യുക? കൂടി വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതെന്തിനേക്ക് ലീഡ് ചെയ്യുന്നു? ഡ്രോട്ടിന് കാരണമാകുന്നു. ഓക്കെ, അതാണ് ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്, അതായത് ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, ദെൻ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം അല്ലേ. വനനശീകരണം പല ഇതിനും കാരണമാകുന്നുണ്ട്. ഡ്രോട്ടിന് ഒരു പ്രധാന കാരണമാണ് ഇത് ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എന്താണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന എന്തിന് കാരണമാവുന്നു? മഴയുടെ ലഭ്യത കുറയാൻ കാരണമാവുന്നു. അതന്നെ തൊട്ടടുത്ത പോയിന്റ് നോക്കിയ സോയിൽ ഇറോഷൻ. അതായത് ഈ ഡീഫോറസ്റ്റേഷൻ തന്നെ എന്തിന് കാരണമാകുന്നുണ്ട്? സോയിൽ ഇറോഷന് കാരണമാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിനു കാരണമാകുന്നു? ഡ്രോട്ടിന് കാരണമാകുന്നു. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, ദെൻ അത് മണ്ണൊലിപ്പ് ഉണ്ടായി കഴിഞ്ഞാലും എന്താണ് ആ പ്രദേശത്തുള്ള സസ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ട്രീസിനൊക്കെ എന്ത് ചെയ്യുന്നു? നാശം സംഭവിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്തിനു കാരണം? സോയിൽ ഇറോഷൻ കാരണമാകുന്നു. അങ്ങനെ ഇതൊക്കെ എന്തിലോട്ട് എത്താൻ കാരണമാവുന്നു? ഡ്രോട്ടിൽ, വരൾച്ചയിലെത്താൻ കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സർഫസ് വാട്ടർ റിസോഴ്സസ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, എന്താ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യുക. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായി ചൂഷണം ചെയ്യുന്നത്, ഓഫ് സർഫസ് വാട്ടർ റിസോഴ്സസ്. സർഫസ് വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നീരുറവകൾ അല്ലെങ്കിൽ പുഴകൾ, ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കുക വെള്ളം. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഇറിഗേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യും? മറ്റൊരു പ്രദേശത്തെ എന്ത് ചെയ്യും? ജലലഭ്യത കുറയ്ക്കാൻ കാരണമാവും. അങ്ങനെ ആ പ്രദേശം എന്താവും? വരൾച്ചയ്ക്ക് കാരണമാകുന്നു. ഇപ്പോൾ ഡാം നിർമ്മിക്കുന്നത് എന്താ? നല്ലതാണല്ലേ. എന്താണ്? ഇറിഗേഷൻ പ്രോസസ്സിന് ഉപയോഗിക്കാം. ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതായത് വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം.
അപ്പോൾ അതൊക്കെ നമ്മൾ ഈ തടഞ്ഞു നിർത്തുമ്പോൾ എന്താണ്, ഒരു പ്രദേശത്തേക്ക് അത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് മൊത്തം ഒരു രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മറ്റ് പ്രദേശത്തെ ജലലഭ്യത എന്ത് ചെയ്യും, കുറയ്ക്കാനും ആ പ്രദേശം വരൾച്ചയിലോട്ട് നീങ്ങാനും കാരണമാകുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കോസസ്. ആ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നീട്ടി എഴുതാവുന്നതാണ്. ലാക്ക് ഓഫ് ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ, എന്താണ്, മഴയുടെ ലഭ്യത കുറയുന്നത്. ദെൻ ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ഡീഫോറസ്റ്റേഷൻ, ദെൻ സോയിൽ ഇറോഷൻ, ദെൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സർഫസ് വാട്ടർ റിസോഴ്സസ്. അതിൽ ഈ ഡീഫോറസ്റ്റേഷനാണ് സോയിൽ ഇറോഷന് കാരണമാവുന്ന, അങ്ങനെ മഴയുടെ ലഭ്യത കുറയുന്നതും എന്തിനു കാരണമാവുന്നു, ഡ്രോട്ടിന് കാരണമാവുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഡ്രോട്ട്, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെ നോക്കാം. എക്കണോമിക്കലി അതിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, ഈ എക്കണോമിക്കലി വരുന്ന തന്നെയാണ് അതിൻ്റെ ബാക്കി എഫക്ട്സ് ഒക്കെ, സോഷ്യലാണെങ്കിലും മറ്റേ എഫക്ട്സ് ഒക്കെ അതിൽ വരും, നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലോസ് ഓഫ് നാഷണൽ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക്കൽ ഗ്രോത്ത് കുറയും. സ്ലോവിങ് ഡൗൺ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായി തളർച്ച രാജ്യത്തിന് തന്നെ വരുന്നു. ഡാമേജ് ടു ക്രോപ്പ് ക്വാളിറ്റി, എന്താണ്, ക്രോപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്നു. ലെസ് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇത് വിളകൾ എന്ത് ചെയ്യും, ഡാമേജ് ആവുകയും പിന്നെന്താണ്, ഫുഡ് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഫുഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൈസസ്. ദെൻ ഇൻക്രീസ്ഡ് ഇമ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് എന്ത് ചെയ്യും, ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ, ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസെക്റ്റുകളുടെ ആക്രമണം കൂടുന്നു. ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് എന്ത് ചെയ്യും, പല ഇൻസെക്റ്റിൻ്റെ ആക്രമണം കൂടാനുള്ള സാധ്യത ഉണ്ട്. ദാറ്റ് ഈസ് ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ. പ്ലാന്റ് ഡിസീസസ്, സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ. ലോസ് ഫ്രം ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, അതായത് ലൈഫ് സ്റ്റോക്ക് കന്നുകാലികളുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. അതായത് ലോസ് ഫ്രം ഡയറി, അതായത് മിൽക്ക് അല്ലേ, പാലുൽപാദനം കുറയുന്നു. അൺഅവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫീഡ് ഫോർ ലൈഫ് സ്റ്റോക്ക് വിച്ച് ലീഡ്സ് ടു ഹൈ ലൈഫ് സ്റ്റോക്ക് മോർട്ടാലിറ്റി റേറ്റ്സ്. മോർട്ടാലിറ്റി പറഞ്ഞാൽ മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്സ് മരണനിരക്ക്. എന്തിൻ്റെ, ഹൈ ലൈഫ് സ്റ്റോക്ക്, കന്നുകാലികളുടെ മരണനിരക്ക് കൂടുന്നു. അതായത് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് അല്ലേ, നമുക്കറിയാം പല പ്രദേശങ്ങളിലും വരൾച്ച കാരണം അതിരൂക്ഷമായി സംഭവിക്കുന്ന, കുടിക്കാൻ പോലും വെള്ളമുണ്ട്. അപ്പോൾ കന്നുകാലികളൊക്കെ എന്ത് ചെയ്യുന്നു, മരിച്ചു പോകാനൊക്കെ എന്താണ് ഇത് കാരണമാവുന്നു. ഓക്കെ, ഡിസ്റപ്ഷൻ ഓഫ് റിപ്രൊഡക്ഷൻ സൈക്കിൾ. ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തടസ്സം. എന്തിനു തടസ്സം, റിപ്രൊഡക്ഷൻ സൈക്കിൾ. അതായത് ഇപ്പോൾ ലൈഫ് സ്റ്റോക്കിൻ്റെ കാര്യമാണെങ്കിൽ എന്താണ്, പുതിയ കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയും അങ്ങനെ റിപ്രൊഡക്ഷൻ സൈക്കിളിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. എന്ത്, ഡ്രോട്ട്. ഇൻക്രീസ്ഡ് പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇര പിടിക്കുക. അതായത് നമ്മളെന്താണ്, ഇപ്പോൾ കുറയുകയാണല്ലേ, ഫുഡ് അവൈലബിലിറ്റി കുറയണം. അപ്പോൾ കൂടുതൽ ചൂഷണം ചെയ്യുക അല്ലേ, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ്, ഇൻക്രീസ്ഡ് പ്രിഡേഷൻ. ദെൻ റേഞ്ച് ഫയർസ് ആൻഡ് വൈൽഡ് ലാൻഡ് ഫയർസ്, അതായത് ഫയർസ് ചൂട് കൂടുതൽ ആയതുകൊണ്ട് റേഞ്ച് ഫയർസ് ആൻഡ് വൈൽഡ് ലാൻഡ് ഫയർസിന്, തീപിടുത്തത്തിന് കാരണമാവുന്നു. ഡാമേജ് ടു ഫിഷ് ഹാബിറ്ററ്റ്, അതായത് ഫിഷിൻ്റെ, അതായത് ചൂട് കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ചൂടും കൂടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ ചൂട് കൂടുക മാത്രമല്ല, വെള്ളം തന്നെ ഇല്ലാതെ ആവുകയാണ്. അപ്പോൾ ഫിഷ് ഹാബിറ്ററ്റ്, ആവാസ വ്യവസ്ഥയ്ക്ക്, ഫിഷിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കാരണമാവും, ദോഷമായി ഡാമേജ് സംഭവിക്കുന്നു. ദെൻ ലോസ് ഫ്രം ഫിഷറി പ്രൊഡക്ഷൻ, അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം കൂടി, ഫിഷറി പ്രൊഡക്ഷൻ ലോസ്. ദെൻ ഇൻകം ലോസ് ഫോർ ഫാമേഴ്സ് ആൻഡ് അതേഴ്സ് എഫക്റ്റഡ്, ഫാമേഴ്സിന് എന്തായി, ഇൻകം ലോസ് വന്നു അല്ലേ, ലോസായി, സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. ഇപ്പോൾ ഫാമേഴ്സിന് നഷ്ടം സംഭവിക്കുമ്പോൾ തന്നെ അതിലെന്താണ്, കൃഷി ഇറക്കുന്ന വലിയ വ്യവസായികൾക്കും എന്താണ്, അതെന്തായി മാറുന്നു, നഷ്ടം സംഭവിക്കുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ഫ്രം പ്രൊഡക്ഷൻ ഡിക്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടിവ് എന്നാണ്. അതായത് ഇതിലിടിവ് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമാവുന്നു. ലോസ് ടു റിക്രിയേഷണൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി, വിനോദപരമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, നഷ്ടം സംഭവിക്കുന്നു. എന്തുണ്ടാകുമ്പോൾ, ഡ്രോട്ട്, ആ പ്രദേശം ആകെ വരൾച്ചയിൽ, പിന്നെ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ.
ലോസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, എന്താണ് വെള്ളത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതിയിലുള്ള നഷ്ടം. ലോസ് ഓഫ് നാവിഗബിലിറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് കനാൽസ്. നാവിഗബിലിറ്റി അതായത് കനാലുകളുടെയോ അല്ലെങ്കിൽ നദികളിലൂടെയുള്ള എന്ത് ചെയ്യുന്നില്ല, നാവിഗേഷൻ സാധ്യമാകുന്നില്ല, സഞ്ചാരം സാധിക്കുന്നില്ല. ഇതൊക്കെ എന്താണ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഡ്രോട്ട്സ് ആണ്. അപ്പോൾ ഇതിലെല്ലാം വരുന്നുണ്ട്. എക്കണോമിക്കലാണെങ്കിലും തന്നെ എന്താണ് ഇത് പല രീതിയിലാണ് ഇപ്പോൾ ഓരോരുത്തരെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്നു, ക്രോപ്പ് ക്വാളിറ്റി കുറയുന്നു, ഫുഡ് പ്രൊഡക്ഷൻ കുറയുന്നു, then ഫുഡ് പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ട അവസ്ഥ വരുന്നു, പിന്നെന്താ പ്ലാന്റ് ഡിസീസ് വരുന്നു, പിന്നെ ഡയറിക്ക് നഷ്ടം ഉണ്ടാകുന്നു, പാലുൽപാദനം കുറയുന്നു, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ കന്നുകാലികളുടെ മരണത്തിന് കാരണമാവുന്നു. ഇതൊക്കെ എന്താണ് ഡ്രോട്ടാണ്. അപ്പോൾ ഇത് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ കിട്ടുന്ന പോയിൻറ്റ്സാണ്. ഓക്കെ, അതാണ് ഡ്രോട്ടിൻ്റെ ആണ് കേട്ടോ, ഡ്രോട്ട്. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോട്ട് ഈസ് എ ഡാമേജ് ഓഫ് ഗ്രൗണ്ട് യൂഷ്വലി കോസ്ഡ് ബൈ ഡ്രൈ വെതർ. ഡ്രൈ വെതറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്രൗണ്ടിനുണ്ടാകുന്ന ഡാമേജിനെയാണ് നമ്മളെന്ത് പറയുക, ഡ്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായി എന്താ കാരണം? lack of insufficient rainfall, then changes in climate, then deforestation, then soil erosion, over exploitation of surface water resources. ഈ മണ്ണൊലിപ്പും ഡിഫോറസ്ട്രേഷനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അവിടെ മഴ പെയ്താലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മണ്ണിന് എന്താ ചെയ്യാൻ പറ്റുന്നില്ല, ജലം സംഭരിച്ച് വെക്കാൻ കഴിയാത്ത. അപ്പോൾ അതൊക്കെ എന്തിനു കാരണമാവും? ഡ്രോട്ടിന് കാരണമായി. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായി ചൂഷണം ചെയ്യുന്നത്. വെള്ളം ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാണ്, അമിതമായി ചൂഷണം ചെയ്യുന്നത് ഡ്രോട്ടിൽ എത്തിക്കുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഡ്രോട്ട്. ഓക്കെ, ലോസ് ഓഫ് നാഷണൽ എക്കണോമിക്, ഡാമേജ് ടു ക്രോപ്പ് ക്വാളിറ്റി, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൈസസ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത്രയാണ് എന്ത് ഡ്രോട്ട് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ. ഓക്കെ, താങ്ക് യു.